ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മോംസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നാടൻ മത്തി മുളക് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തേങ്ങ ഒന്നും ചേർക്കാതെ മുളക് മാത്രം ഇട്ട് മുളക് പൊടി മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു അടിപൊളി നാടൻ മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മീനെല്ലാം ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മൺചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വന്നപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുത്ത് ഉലുവ നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അതിലേക്ക് നമുക്ക് ഇഞ്ചി 1 പീസ് ഇഞ്ചി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ എല്ലാം ആ പച്ചമണം ഒന്ന് പോയി കിട്ടണം. അതുവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ്, ചുമന്നുള്ളി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ചതച്ചല്ല, ഒരുവിധം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ എണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി ആ ഉള്ളി ഒന്ന് ചുമന്ന് വരുന്നവരെയും വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനതിലേക്കൊരു 4 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് എല്ലാവരും പറയാറുണ്ട് എരിയാണെന്ന്. ഇത് എരിയൊന്നുമില്ല കേട്ടോ, ഇതിനൊരു പ്രത്യേക മണമാണ്. ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂണ് മുളക് പൊടി, കാശ്മീരി നാടൻ മുളകും ചേർത്ത് പൊടിച്ച പൊടിയാണ്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിനി ഇതൊന്ന് കരിഞ്ഞു പോകാതെ വഴറ്റി കൊടുക്കണം. ഈ മുളക് പൊടി നല്ലപോലെ ഒന്ന് ഇളക്കി അടി പിടിക്കാതെ നോക്കി ഇളക്കി അതിന് ശേഷം ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജ്യൂസും കൂടെ ഇതിലേക്ക്, ആ തക്കാളി അടിച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ഇനി ഈ ചട്ടി ഇരുന്ന് തന്നെ ഈ തക്കാളിയുടെ നീരെല്ലാം ഇങ്ങനെ വറ്റി വരണം. അപ്പോൾ തക്കാളിയുടെ പച്ചമണവും പോവും, ഈ മുളക് പൊടിയുടെയും ഇതിലെല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അതുവരെയും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ വറ്റി ആ എണ്ണയൊക്കെ ഒരു സൈഡ് ഇങ്ങനെ തെളിഞ്ഞ് വരണമല്ലോ. അപ്പോൾ അങ്ങനെ വറ്റി വരുന്നുണ്ട് കണ്ടോ. അതുപോലെ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ആ എണ്ണയൊക്കെ നമുക്ക് ചെറുതായിട്ട് തെളിയുന്നത് കാണാം കണ്ടോ. ഈ പരുവത്തിൽ നമുക്കൊന്ന് ആക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പുളി വെള്ളം കൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ കലക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒത്തിരി ചാറ് വേണ്ടല്ലോ. മുളക് കറിയൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഒത്തിരി അങ്ങ് വെള്ളമായാൽ കൊള്ളത്തില്ല. ഇത്തിരി കുറിയ പരുവത്തിൽ കിട്ടണം. അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി മത്തിക്കറിയായിട്ടോ ഇത്. തേങ്ങ ഒരല്പം പോലും നമ്മൾ ചേർക്കാതെ, മല്ലിയും ചേർക്കത്തില്ല, മുളക് മാത്രമാണ്. അപ്പോൾ ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നിളക്കി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ അരപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മത്തിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് നല്ലപോലെ വറ്റിച്ചെടുക്കണം മീൻകറി. മീൻകറി നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ചട്ടി ചുറ്റിച്ച് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഉപ്പോ പുളിയോ എന്തെങ്കിലും ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വരണം. നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റി കിട്ടണം. ഒത്തിരി വെള്ളമായിട്ടിരുന്ന മീൻകറി കൊള്ളത്തില്ല. ഇപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് വറ്റിച്ചെടുക്കണം. ഇവിടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ.
ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ മൺചട്ടിയിലല്ലേ, മൺചട്ടി ഇരുന്ന് കറി കുറുകി ഇതായി വരണം. നമുക്ക് കുറേ നേരം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അടച്ച് വയ്ക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കറി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എന്താ മണം, എന്താ രുചിയെന്നറിയാമോ? മത്തിക്ക് പ്രത്യേക ഒരു രുചിയല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മുടെ മത്തി മുളക് കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.